ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് ടു ഈവനിങ് ഒരു നൈറ്റ് വരെയൊക്കെ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ നീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചായ വെക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളയപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ തലേ ദിവസം അരച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ റെഡിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചായക്ക് അങ്ങോട്ട് വെള്ളം വെച്ചു ആദ്യം. ഇതൊരു രാവിലെ ഒരു ഗ്ലാസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മതി കേട്ടോ കാര്യമായിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പവും കറിയൊക്കെ കൂട്ടിയിട്ട് അല്ലാണ്ട് കാലി ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു 11 മണി വരെയൊക്കെ സുഖമായിട്ട് പൊക്കോളും. അപ്പോൾ ഇന്ന് ആർക്കും പോകേണ്ട ദിവസമൊന്നുമല്ല, എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. ഷാജേട്ടനും ലീവാണ്. അതുകൊണ്ട് തന്നെ ഷാജേട്ടനും കണ്ണനൊക്കെ ഇന്ന് രാവിലെയാണ് വന്നത് കേട്ടോ. വൈരങ്കോട് ഉത്സവം കഴിഞ്ഞിട്ട് അവർ 9 മണിയൊക്കെ ആയി എത്തിയപ്പോൾ. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് മാത്രമാണ് ഞാനിന്ന് വെള്ളയപ്പം ഉണ്ടാക്കണുള്ളൂ. പൂജട്ടിക്ക് ഇവിടെ പൊറോട്ട തലേ ദിവസം കൊണ്ടുവന്നതിൻ്റെ ഒരു 3-4 ഇരിക്കുന്നുണ്ട്. ബാക്കി വന്നു, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കിനി പെയിന് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെയും കണ്ണൻ്റെയും പൊറോട്ട അവിടെ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവൾക്ക് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഷാജേട്ടനും കണ്ണനൊക്കെ എത്തണേ ഉള്ളൂ. അപ്പോൾ ചായയൊക്കെ ഇട്ട് എനിക്കുള്ള അപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തലേ ദിവസത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാൽ മതി. വെള്ളയപ്പവും തേങ്ങാപ്പാലും സൂപ്പറാണ് കേട്ടോ. പക്ഷേ നമുക്ക് മീൻകറി ഉള്ളതുകൊണ്ട് ഇതിനൊന്നും ആവശ്യമൊന്നും വരില്ല. എല്ലാവരും മീൻകറി കൂട്ടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ കേട്ടോ. ചിക്കൻ ആണെങ്കിലാണ് പിന്നെ ഷാജേട്ടന് വേറെ എന്തെങ്കിലും കറി നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വരുള്ളൂ, അല്ലെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്നിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കാര്യമായിട്ട് നമുക്ക് അപ്പവും ചായയും മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എനിക്കുള്ള വെള്ളയപ്പം ഉണ്ടാക്കണേ ചൂടോട് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ഇതുണ്ടാക്കിയപ്പോഴേക്കും കണ്ണൻകുട്ടി ഷാജേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനൊരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ചായ കുടിച്ചിട്ടാണ് വന്ന്, എന്നാലും വീട്ടില്ല, വെള്ളയപ്പാണ് മീൻ കറി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഷാജേട്ടന് ഇപ്പോൾ വേണ്ട പറഞ്ഞു, ആൾ കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ വേണ്ട, കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ഉറക്കം ഉണ്ടാവുമല്ലോ, തലേ ദിവസം അവർ ഉറങ്ങിയിട്ടേ ഇല്ല. വൈരങ്കോട് ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഉത്സവമാണ് കേട്ടോ. ഒരുപാട് വരവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ തന്നെ അവർക്ക് അന്ന് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് 9 മണിക്കാണ് രണ്ടാളും എത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ടാൾക്കും കാര്യമായിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ അവനും കൂടെ ഉണ്ടാക്കി, എനിക്കും അവനും കൂടെ ഉണ്ടാക്കി. ഷാജേട്ടൻ ഇനി ഉറങ്ങി നീറ്റിട്ട് മതി എന്ന് പറഞ്ഞു. പൂജട്ടിക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അവൾക്കുള്ള പൊറോട്ട നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. തലേ ദിവസത്തെ അല്ല, അതിങ്ങോട്ട് ബലം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിങ്ങനെ ചൂടാക്കി ഒന്ന് അങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൊറോട്ട ഒന്ന് സോഫ്റ്റ് ആയിക്കോളും. ഇല്ലെങ്കിൽ പിന്നെ ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പുട്ടുംകുറ്റിയിലൊക്കെ ആക്കി അങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ ഏതായാലും ചട്ടി ചൂടായ സ്ഥിതിക്ക് ഇങ്ങനെ വെച്ച് ഒരു 2-3-4 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചാൽ തന്നെ അത് സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ റെഡിയാക്കി പൂജട്ടി കുളിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. കുളി കഴിഞ്ഞിട്ട് അവൾ കഴിക്കാമെന്ന് പറഞ്ഞു. ഞാനും കണ്ണൻകുട്ടിയും കൂടെ ഒന്ന് കഴിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു. കണ്ണൻകുട്ടി കഴിക്കാതിരിക്കുമ്പോൾ ഞാനും കൂടെ ഇരിക്കണം അവന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആവശ്യമൊന്നുമില്ല, ആശാന് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ മീൻ കറിയാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ ആയിരുന്നു, അത്രയേ ഉള്ളൂ. ഇന്നലെ ഉണ്ടാക്കിയ കറിയല്ലേ, ഇന്നേക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. വെള്ളയപ്പവും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു 11 മണിയൊക്കെ ആവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെ കുറച്ച് കേട്ടേ എന്ന് വിചാരിച്ചിരിക്കും. ഒരാളിങ്ങനെ നിർബന്ധിക്കാണ്ടെങ്കിൽ അങ്ങനെ അവരുടെ കൂടെ ഇരുന്നിട്ട് അങ്ങോട്ട് കഴിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ അടുത്ത് കഴിയട്ടെ വിചാരിച്ചിട്ട് ഉച്ചയാവും ചായ കഴിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിക്കണ കാര്യമൊക്കെ വലിയ നിർബന്ധമുള്ള കാര്യമില്ല. ഉച്ചയ്ക്കത്തെ ഊണ് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. നിർബന്ധം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ ആകെ കൂടെ രാവിലെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, രാത്രി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഉച്ചയ്ക്ക് കിട്ടണം എന്നുള്ളത് കുറച്ച് നിർബന്ധമാണ്. കഴിക്കാണ്ടിരിക്കുന്ന ദിവസങ്ങളിലും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും മിക്കതും ഉച്ചയ്ക്ക് നല്ലോണം കഴിക്കും. അങ്ങനെ നമ്മുടെ വെള്ളപ്പവും കറി മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കുക. കണ്ണൻകുട്ടി ഉത്സവത്തിൻ്റെ അവിടുത്തെ കാര്യം ഒരുപാട് വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കായിരുന്നു. അമ്മയ്ക്ക് വന്നുകൂടായിരുന്നോ, നമുക്ക് രാവിലെ പോന്നാൽ മതിയല്ല, അവനെ കുറേ വിളിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ പൂരം വേല ഉത്സവത്തിനൊക്കെ പോണതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് പോരണം, എനിക്ക് വേഗം മടുപ്പ് വരും. ഒരുപാട് ബഹളവും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. രാവിലെ വരെ ഒന്നും എന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. മാക്സിമം 11 മണി 11:30, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോയാൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ഇവരെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഇങ്ങോട്ട് പോരണമെന്ന് തോന്നിയാൽ നടക്കണ കാര്യമല്ല. അതൊക്കെ എവിടെയോ കിടക്കണ സ്ഥലമാണ്. അത്രയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടിക്ക് മെനക്കെടാറില്ല. രാവിലെ പോയിട്ട് തൊഴുത് വരാറുണ്ട്. ഇപ്രാവശ്യം അതിനും പറ്റിയില്ല. എൻ്റെ തട്ടകാണ് കേട്ടോ വൈരങ്കോട്. അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലം രാവിലെ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ പോയിട്ട് തൊഴുതു വരും. ഇപ്രാവശ്യം അത് പോകാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇനി നമുക്കിന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ വയ്ക്കാം. അതിന് പരിപ്പ് കഴുകിയിട്ട് നമുക്ക് കുക്കറിലിടാം. ആകെ ഒരു 2-3 ഐറ്റം പച്ചക്കറിയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. 3 ഐറ്റവും ഇല്ല, വെണ്ടയ്ക്ക് മാത്രമേ ഇരിക്കണുള്ളൂ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ പരിപ്പും തക്കാളിയും
ഉള്ളി മാത്രം ഇട്ടിട്ടാണെങ്കിലും സാമ്പാർ അടിപൊളിയാണല്ലോ. അപ്പം നമുക്ക് കുറച്ചായി സാമ്പാർ വെച്ചിട്ട് ഈ മീൻകറി ഒരു ദിവസം മീൻകറി ആകുമ്പോൾ പിറ്റേ ദിവസവും മീൻകറി ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് മടുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 വെണ്ടയ്ക്കയും ഒരു വലിയൊരു തക്കാളിയും പച്ചമുളകും ഒരു സവാളയൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. എല്ലാ വെജിറ്റബിൾസും ഉണ്ടായിട്ട് സാമ്പാർ വയ്ക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കുറച്ച് പരിപ്പും വെണ്ടയ്ക്കയും ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ടിട്ട്, അല്ലെങ്കിൽ വെറുതെ പരിപ്പും തക്കാളിയും ഉള്ളിയും മാത്രം ഇട്ടിട്ട് സാമ്പാർ വയ്ക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം കൂടെ വട്ടം എത്തുമ്പോഴേക്കും ആ സാമ്പാറിൻ്റെ എനിക്കങ്ങനെ ഈ തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. കിട്ടും, പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെണ്ടയ്ക്കൊക്കെ ഉള്ളത് നല്ലത് നോക്കി ഒരു 2 അതിൽ പൊട്ടയായിരുന്നു. അപ്പോൾ ഒരു 3-4 കിട്ടി. അതൊക്കെ കഷ്ണങ്ങളൊക്കെ ആക്കി, പിന്നെ സവാളയൊക്കെ നുറുക്കി, പച്ചമുളക് നുറുക്കി, പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു. ഇവിടെ നിന്നിപ്പോൾ കാര്യം പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ എൻ്റെ ചുറ്റോറും അപ്പുറത്തുണ്ട്, വീഡിയോയുടെ മുമ്പിൽ ഇല്ലയെന്നേ ഉള്ളൂ. അടുക്കളയിൽ എല്ലാവരും ഉണ്ടാവും വിശേഷം പറയാനായിട്ട്. അപ്പോൾ ഷാജേട്ടനായാലും അവരവിടെ നമ്മളെ റിലേറ്റീവ്സിനെയോ പരിചയക്കാരെ കണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ കച്ചവടത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ പറയുന്നുണ്ടാവും. പിള്ളേർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള അതും പറയണ്ടാവും. കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരാളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ അങ്ങനെ കാര്യമായിട്ട് അവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ പരിപ്പൊക്കെ വെന്ത് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചപ്പോൾ നമുക്ക് നല്ല നാടൻ പയർ ഷാജേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പം തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് പോവും. ഇവിടെ ഉപ്പേരി പയറുപ്പേരിയൊക്കെ എല്ലാവർക്കും കാര്യമായിട്ട് ഇഷ്ടമാവും. ഉപ്പേരി വർഗ്ഗങ്ങൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ നല്ലോണം കഴിക്കുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ അതൊന്ന് മാറ്റി വെക്കേണ്ട, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അത് അപ്പടി എടുത്തു. എന്ന് വെച്ചാൽ 2 നേരത്തിന് നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ അത് നമുക്ക് അരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ തലയും വാലൊക്കെ മുറിച്ചിട്ട് ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടി പിടിച്ച് അരി കിട്ടും. അതിങ്ങനെ പൊട്ടിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെനക്കേടല്ലേ വിചാരിച്ചിട്ട് ഇതാകുമ്പോൾ ഒരുമിച്ച് പിടിച്ചിട്ട് അങ്ങോട്ട് അരിയുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് എളുപ്പപ്പണി നോക്കുക. ഇനിയിപ്പോൾ കുറച്ചധികം ആളുണ്ടെങ്കിൽ ഞാനിതൊന്ന് കുനുകുനാന്നെ അരിഞ്ഞിട്ട് ഉപ്പേരി വയ്ക്കും. അതൊക്കെ നമ്മുടെ ഒരു ലെവലിനനുസരിച്ച്, കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് അരിയുക, കുറവ് വേണമെങ്കിൽ അതിനനുസരിച്ച് അറിയാം. അതൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മമാർ കാണിക്കുന്ന കണ്ടിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ 4 പേരായതുകൊണ്ട് തന്നെ ഇങ്ങനെ അരിഞ്ഞാൽ മതി. ഇതരിഞ്ഞിട്ട് നമുക്ക് നല്ല ചീനമുളക് കുത്തിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. വലിയ ഉള്ളിയൊക്കെ ഇങ്ങനെ മൂപ്പിച്ചിട്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടുന്ന് കൈയോടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അന്ന് ചെയ്ത പോലെ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം കൂടെ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് ഒരു ഒഴിച്ചുകറി സാമ്പാർ വയ്ക്കുക. അപ്പോൾ ചട്ടിയിൽ ചട്ടി ചൂടാകുമ്പോൾ ഇത്തിരി എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ഈ പച്ചക്കറികളില്ലേ, വെണ്ടയ്ക്ക ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. വെണ്ടയ്ക്ക ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തക്കാളി, വെള്ളുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കുക കേട്ടോ. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിക്കുകയും ചെയ്യാം. പക്ഷേ ഇനി അതിന് നിൽക്കണില്ല. എന്താ വെച്ചാൽ നമുക്കത് അധികം വേവേണ്ട ആവശ്യമൊന്നും വരണില്ല. വെണ്ടയ്ക്ക ഓൾറെഡി പെട്ടെന്ന് വേവണത്. സവാളയ്ക്കും തക്കാളിക്കും ഒന്നും വേവില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി. അല്ല, നമുക്കിതിനകത്ത് മുരിങ്ങക്കായ, ഉരുളക്കിഴങ്ങ്, ബാക്കിയുള്ള പച്ചക്കറികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ വിസിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും സാമ്പാറൊന്നും നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും ഞാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. സാമ്പാറിലേക്കല്ല, ദോശ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ദോശയിലേക്ക് സാമ്പാർ അധികം ഉണ്ടാക്കുക അവിടെ കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഉഴുന്നു ദോശ ഉണ്ടാക്കാറില്ല. ഇപ്പോൾ പുട്ടും ഈ പറഞ്ഞ പോലെ വെള്ളയപ്പവും ചപ്പാത്തിയോ അല്ലെങ്കിൽ ബ്രെഡ് ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടായിട്ട് അങ്ങോട്ട് പോവാറാണ്. അധികം ഈ ദോശ ആയതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് ദോശയ്ക്ക് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ തലേ ദിവസം ഷാജേട്ടൻ ഇങ്ങനെ പറഞ്ഞ പോലെ രാവിലെ വരികയാണെങ്കിൽ അവർ ഞങ്ങൾക്ക് വല്ല എന്താ പറയുക ഉഴുന്നുവടയോ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും, വെക്കണ്ടെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ അങ്ങനെയും പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് രാവിലെ ആ കാര്യം ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഇട്ട് മൂത്ത് വന്ന് അതൊന്ന് റെഡിയായി വേവട്ടെ. അപ്പോൾ നമുക്ക് അത് റെഡി ആകുമ്പോഴേക്കും അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഉപ്പേരിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് പൊട്ടിക്കുക, കുറച്ച് സവാള ഇടുക, പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ചീനമുളക് ഞാൻ ചതയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളകാണ് കീറിയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ മൈൻഡിൽ ചീനിമുളകായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പച്ചമുളക് ഒരു 3-4 എരിവിനനുസരിച്ച് കീറിയിട്ട് കൊടുക്കുക. വേപ്പിലിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മൂത്ത് വരട്ടെ. വല്ലാണ്ട് മൂക്കണ്ട, എന്നാലും ഒന്നും കൂടെ മൂക്കാൻ വേണ്ടിയിട്ട് സിമ്മിലിട്ട് വെച്ചു. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്കും തക്കാളിയും സവാളയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ സാമ്പാർ പൊടി ഇതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുക. സാമ്പാർ നമുക്കൊരു എത്രയോ രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് അതിലൊരു രീതി വറുത്തരച്ച് വെക്കാൻ വേണ്ടി പറ്റും. എല്ലാ പൊടിയും കൂടെ ഇട്ടിട്ട് ഒരൊറ്റ വിസിലടിച്ചിട്ട് അങ്ങനെ പറ്റും. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്ക് ഓരോരോ എളുപ്പത്തിനനുസരിച്ച് അങ്ങോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് കുറുന്നനിരിക്കുന്ന സാമ്പാറാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇന്ന് കുറുന്നൻ ഉണ്ടാക്കിയാൽ മതി എന്ന് വെക്കുമ്പോഴേ പൂജിറ്റിയും കണങ്കൂട്ടിയും പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് കുറുന്നനുള്ള സാമ്പാറാണ് വയ്ക്കുന്നത് കേട്ടോ.
അപ്പോൾ ആ പൊടി ഒന്ന് മൂക്കാൻ വേണ്ടി സിമ്മിലായിട്ടിരിക്കുന്ന ഹൈയിലിട്ടിട്ടുണ്ടെങ്കിൽ പൊടി ആകെ കരിഞ്ഞു പോകും. ആ സമയം കൊണ്ട് ഇപ്പത്ത് മൂത്ത് വന്നപ്പോൾ പയറും കൂടെ ഇട്ടെടുത്തു. നമ്മൾ ഒരു പണി ചെയ്തിട്ട് അടുത്ത പണി ചെയ്യാമെന്ന് വെച്ചിട്ട് നിന്നാൽ എല്ലാം കൂടെ നമുക്ക് വേഗം തീർക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ 2 കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ. എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് എളുപ്പം ഒന്നിൻ്റെ കൂടെ മറ്റൊന്നും കൂടെ അവിടെ കൊണ്ടുപോയാൽ അതങ്ങനെ അവിടെ കിടന്ന് വെന്തോളും, ഇതങ്ങനെ ഇതും ആയിക്കോളും. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് മൂത്തതിൻ്റെ മണമൊക്കെ മാറിയാൽ നമ്മുടെ പരിപ്പ് വെന്തത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പാകത്തിന് പുളി പിഴിഞ്ഞ് കൊടുക്കുക. നമുക്ക് കറിക്ക് അനുസരിച്ചുള്ള വെള്ളവും കാര്യങ്ങളും പുളിയൊക്കെ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത്. എന്നിട്ട് ഉപ്പിട്ടിട്ട് അടച്ചു വയ്ക്കുക. ഈ പച്ചക്കറികൾ ഓൾറെഡി ആ എണ്ണയിൽ കിടന്നിട്ട് വെന്തിട്ടുണ്ട്, എന്നാലും കുറച്ച് നേരം ഒന്ന് തിള വന്ന് ഒന്ന് വെന്തോട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനകത്ത് കായപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ലാസ്റ്റിൽ അതിൻ്റെ ഒന്നും മിസ്സായിട്ടുണ്ട്, ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ വീഡിയോയിൽ ക്ലിപ്പ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തിളച്ചെടുക്കുന്ന സമയമാകുമ്പോൾ നമ്മളതിനകത്ത് കായപ്പൊടിയോ അല്ലെങ്കിൽ കായ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ കഷ്ണം അതോ ഇട്ട് കൊടുക്കും കേട്ടോ. ഇനി അത് തിളയ്ക്കട്ടെ, അതങ്ങനെ വേവട്ടെ. അപ്പോഴേക്കും ഷാജേട്ടൻ എനിക്ക് അടുത്ത പണിയിട്ട് വന്നിട്ടുണ്ട്. അയില കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കണം വറക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വറുത്ത് കഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് മീൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടപ്പ് കേസാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല. ഞാൻ മാക്സിമം മീൻ നമ്മുടെ വീട്ടിൽ തലേദിവസം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ രാത്രി ഞാൻ ഉണ്ടാക്കിയിട്ട് മേലെ എഴുതി കിടക്കും, ഇല്ലെങ്കിൽ ഞാൻ രാവിലെ കുളിക്കില്ല. ഇതുണ്ടാക്കിയിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ എല്ലാ ഒരുക്കാനും കഴിഞ്ഞ് നിന്നപ്പോഴാണ് മീനും കൊണ്ട് വന്നത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അത് വൈകിട്ടത്തേക്ക് എടുത്തേക്കണ്ട വിചാരിച്ചു, കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉച്ചയ്ക്ക്, അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മളതൊക്കെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവിടെയൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇരിക്കുന്ന പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വയ്ക്കാം. എന്നിട്ട് നമുക്ക് മീൻ ഉണ്ടാക്കാൻ പോവാം. ഇല്ലെങ്കിൽ ആ മീൻ ഇതിനകത്ത് തന്നെ നമ്മൾ വാഷ് ചെയ്യുക. പുറത്ത് നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ പാത്രങ്ങൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ കഴുകിയിട്ട് നമുക്കവിടെ നല്ല ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് കഴുകി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ കൂട്ടിയിടാറില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇത് ഇടയ്ക്ക് ഉണ്ടാവും കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. ഇത് കാണിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വ്ളോഗ് ഇത് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട്, അത് എല്ലാവരും വീട്ടിലും അങ്ങനെ തന്നെയാവും. പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടാവും. അത് എവിടെ നിന്നാണ് ഈ പൊന്തുന്നതെന്ന് അറിയില്ല. എന്നാൽ തന്നെ ഞാനൊരു ചട്ടിയും ഒരു കുക്കറും വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് ഇടില്ല. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കേണ്ടി വന്നായിരുന്നു പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പാത്രങ്ങളും ഞാൻ എടുത്തിടാറില്ല കേട്ടോ. ഇനി നമുക്ക് മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മീൻ ഉണ്ടാക്കുന്ന പാത്രം കേട്ടോ അത്. ഇതിനകത്തുനിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടാറില്ല. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത. ഈ ഒരു പാത്രം കണ്ടിട്ടില്ലെങ്കിൽ ഇവരെന്തിനെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ പാത്രം എടുക്കുള്ളൂ. അല്ലാത്തപ്പോൾ ഇറച്ചിയും മീനും കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ മാത്രമാണ് എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയില ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് വന്നിരുന്നു. കുഞ്ഞ് അയിലയാണ്, കാര്യമായിട്ട് വലിയ അയിലയൊന്നുമല്ല. പക്ഷേ നമ്മൾ ഈ മീൻ ഉണ്ടാക്കാൻ ഇങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും ഒരു 3-4 പൂച്ചോളം എവിടെ നിന്നാണെന്നറിയില്ല വരും. ഇന്നിപ്പോൾ ഒരു പുതിയൊരാൾ വന്നിട്ടുണ്ട്. ആൾക്കൊരു വെറിച്ചിത്തരം കൂടുതൽ, ഒരു പൊരിച്ചിൽ. അതിനെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. അതിങ്ങനെ എന്താ പറയുക, തുമ്പറെടുത്ത് വരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പൂച്ചയ്ക്ക് എനിക്ക് പൂച്ചേനെ ഭയങ്കര പേടിയാണ്. അത് നമ്മൾ തിന്നൊന്നുമില്ല എന്നറിയാം, എന്നാലും അത് അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ പേടിയാണ് കേട്ടോ. ഇത് കണ്ടോ, അതിങ്ങോട്ട് വരണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കും. പക്ഷെ അതങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞ് അതേ സ്പീഡിൽ ഇങ്ങോട്ട് വെറിഞ്ഞും കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരും. ഇതിന് ഭയങ്കര സാമർഥ്യമാണ്. വേറെ 2 പാവങ്ങളും മതിലിൻ്റെ പുറത്തിരിക്കുന്നുണ്ട്. ഇത് കഴിച്ച് കിട്ടിയിട്ട് വേണം അവർക്ക് ഇറങ്ങാൻ. അത് ഇറങ്ങുമ്പോഴേക്കും ഇത് കടി കൂടാൻ വേണ്ടിയിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കില്ലേ, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാവങ്ങൾ അവിടെ പേടിച്ച് നിൽക്കുക. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ദൂരത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് കഴിച്ച് വരുമ്പോഴേക്കും യുട്ടിക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും കൂടെ കൊടുത്തിട്ട് ഞാൻ നമ്മുടെ മീനൊക്കെ നല്ല ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി കഴുകി ഒരു 3-4-5 പ്രാവശ്യം കഴുകി ഇനി വറക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ വരട്ടിട്ടുണ്ട് കേട്ടോ, വറക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഈ സമയമാകുമ്പോഴേക്കും എനിക്ക് പൂജിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കത് ചെയ്യേണ്ട പണി ഉണ്ടായിരുന്നില്ല. പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കത്തിയൊക്കെ സോപ്പിട്ട് കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് മീൻ മസാല പുരട്ടി കുറച്ച് നേരം വയ്ക്കാം. അപ്പോഴേക്കും ഉപ്പും എരിവും പുളിയൊക്കെ അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മീനിലേക്ക് എപ്പോഴും പറഞ്ഞ പോലെ മസാല തേക്കുക. ഞാൻ പറയാറുണ്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് വിനാഗിരി, സുർക്ക എന്ന് പറയും. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും, ഉപ്പ്. ഇതെല്ലാം കൂടെ തേച്ചിട്ടാണ് ഞാനും മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് മീൻ വറുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് വരും. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എന്തായാലും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പെരുംജീരകവും കൂടെ ചേർക്കാറുണ്ട് ചില സമയത്ത്. ചിലപ്പോൾ ഞാൻ പെരുംജീരകം ചേർക്കാറില്ല. ഇപ്പം ഞാൻ അങ്ങനെ പെരുംജീരകം ഇട്ടിരിക്കുക, ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ അങ്ങോട്ട് ചതയ്ക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് നല്ലോണം മസാല അങ്ങനെ പുരട്ടി
തിരുമ്മി നമ്മളിങ്ങോട്ട് മാറ്റി വെച്ച് കുറച്ച് നേരം അങ്ങനെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറും ഉപ്പേരിയൊക്കെ ഉണ്ട് റെഡിയാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീൻ വറുക്കുകയും ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഓരോരുത്തർക്ക് ആവശ്യമുള്ളവർ വന്നിട്ട് ഫുഡ് കഴിക്കും. ഉറങ്ങണവരെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കില്ല. അവരെപ്പോഴാണോ ഉറങ്ങി നീക്കുന്നത് അപ്പോഴാണ് ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ വിളിക്കാനും പോവില്ല, വിളിക്കരുതെന്നുമാണ് ഓർഡർ. അതുകൊണ്ട് തന്നെ നമുക്കാവുമ്പോൾ നമ്മൾ കഴിക്കും. അവർ ഉറക്കം മതിയായി നീക്കുമ്പോൾ അവർക്കും കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് നമുക്ക് ആ ഉരൽ അങ്ങോട്ട് കഴുകി വയ്ക്കാം. എന്നാൽ പിന്നെ അതിൻ്റെ പണിയും കഴിഞ്ഞൂല്ലോ. ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ. മറ്റേത് ഇങ്ങനെ മിണ്ടാണ്ട് ഞാൻ തന്നെ ഇങ്ങനെ ആ സ്റ്റിക്കിൽ വെച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കി ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും എന്നോട് തന്നെ സംസാരിക്കും. അങ്ങനെയൊക്കെയാണ്. എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ അതൊരു വേറൊരു രസമാണ്. ഓരോരുത്തർ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരുമായിട്ടും ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അവരോട് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും, കണ്ണനോട് ഒച്ചടാൻ വേണ്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആരും ഇല്ലാത്തപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഒറ്റപ്പെട്ടൊരു ഫീല് തോന്നും. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. അറിയില്ല പോകാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ എന്നും എന്തു കാര്യവും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നിൽക്കാറുമില്ല. മീനൊക്കെ കൂട്ടിയിട്ട് മിക്കത് ഇറച്ചി മീനും കൂട്ടിയിട്ട് നമ്മൾ പോകാറില്ല. അഥവാ അങ്ങനെ പോവുകയാണെങ്കിൽ രാവിലെയൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ വൈകിട്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് മീനുള്ള കാരണം അതിൻ്റെ ഓർമ്മയുണ്ടായില്ല. ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മുടെ അവിടെ പച്ചേരി അമ്പലത്തിൽ കളമ്പാട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് നടക്കില്ല. നമുക്ക് 2 ദിവസത്തിനുള്ളിൽ പോവാം. കുറച്ച് ദിവസം ഉണ്ടാവും അത്. ഇനിയിപ്പോൾ അടുത്ത മാസമായിട്ട് അവിടെ ഉത്സവവും കാര്യങ്ങളും അതും തുടങ്ങുകയാണ്. നമ്മുടെ ഇവിടെ തന്നെ പാടത്തിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ കാണിക്കാറില്ലേ പോണമ്പലം, അവിടെ സാമ്പാറൊക്കെ റെഡി ആയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. നമുക്ക് കടുക് വറുത്തിടുക. കടുക്, വറ്റൽമുളക്, വേപ്പില, ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്നല്ലെങ്കിൽ പച്ചക്കായത്തിൻ്റെ ഒരു കഷ്ണം, ഇല്ലെങ്കിൽ കായപ്പൊടി കുറച്ചിടും, അത്ര തന്നെ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ടിരിക്കാം. പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. വണ്ടിയിൽ നിന്ന് പാത്രം ഇറക്കി കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി ഉച്ചരിഞ്ഞിട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇപ്പോൾ ഇത് ഇറക്കി വെച്ചാൽ അവിടെ ആകെ അലമ്പാവും. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് വൈകിട്ട് അങ്ങോട്ട് ഇറക്കി കഴുകലും പിന്നെ നമ്മുടെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വിളക്ക് വയ്ക്കലൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിന് കഴിഞ്ഞോളും. ഷാജേട്ട് ഉപ്പിലിടാനുള്ള കാര്യങ്ങൾ നാളെ ഇനി ഉത്സവത്തിന് പോണതിന് ഉപ്പിലിടാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും കൂടെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ കോളിഫ്ലവർ ഇതുണ്ടല്ലോ ബജി, ആ സാധനം ഉണ്ടാക്കണം എന്ന് പറയേണ്ട അറിയില്ല കൊണ്ടുവരികയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് മറ്റു പാത്രങ്ങളൊക്കെ എന്നും പറയണ പോലെ നമുക്ക് കഴുകി വയ്ക്കാം കേട്ടോ. ഇനി മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു 2 വേപ്പിലിട്ട് കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് മീൻ പെറുക്കി വെച്ച് കൊടുക്കാം. നല്ല അയിലായിരുന്നു കേട്ടോ. ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. എല്ലാവർക്കും ഇങ്ങനെ വലിയ അയില ഇങ്ങനെ ഇടണതാണ്. വലുതൊക്കെ ആണെങ്കിൽ ഒന്ന് നടുമുറിക്കും. ഇതിപ്പോൾ അങ്ങനെ വലുതല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ആളുമ്പോൾ ഓരോന്ന് എടുക്കുകയും ചെയ്യാം. 2 എക്സ്ട്രാ ഉണ്ട്. അത് രാത്രിയിൽ വറുക്കാൻ വിചാരിച്ചു. ഇപ്പോൾ അതിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ. എന്നാലും ഒരെണ്ണം എടുക്കാനും എക്സ്ട്രാ ഉണ്ട്. ഇനി ഉച്ചരിഞ്ഞെങ്ങാനും കണ്ണൻ ചോക്കിയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര മതി. ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് ആയിരിക്കുന്ന ചട്ടിയും കാര്യങ്ങളും അപ്പാടെ മൂറി വെക്കുകയാണ് കേട്ടോ. ഇത് ഇത് ഞാൻ കാണിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു. അത് എഡിറ്റ് ചെയ്തപ്പോൾ കയറി വന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടാവും കേട്ടോ. അതെന്നെ കാണിക്കാവുമ്പോൾ നിങ്ങൾക്കും ചടയ്ക്കും, എനിക്കും ചടയ്ക്കും. ഇത് കൂട്ടിയിട്ടുണ്ടത് എനിക്ക് മടിയായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അത് അപ്പാടെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ കഴുകി വന്നപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമുക്ക് അന്നന്ന് ഇടാനുള്ള വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും വലിയ പാടുണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ നടക്കണമുണ്ട്. ഇനി കണ്ണക്കുട്ടിക്ക് ചോറ് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഉറങ്ങി നീറ്റപ്പോൾ ചോറ് ചോദിച്ചു. ഇനി അവന് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ അവനുള്ള ചോറും നല്ല ചൂട് കുറുന്നനുള്ള സാമ്പാറും മീൻ വറുത്തതും പയറുപ്പേരിയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുക. മുടി ഇങ്ങനെ കെട്ടി വെക്കുന്നത് ശ്വാസം കിട്ടാത്ത അത്ര ചൂടാണ് ഇവിടെ കേട്ടോ. ഇവിടെ എന്നല്ല, എല്ലായിടത്തും ഇപ്പം നമുക്കിനി ചൂടുകാലമായി. ഒരു പൊറുക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ. നമ്മുടെ ഉമ്മറത്ത് മരങ്ങളൊക്കെ പോയപ്പോൾ സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പൂത്തിരിമുടിയൊക്കെ ഇങ്ങനെ മേലെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. അപ്പോൾ ഒരു ചട്ടെടുത്ത് ഇങ്ങനെ വീശണമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഫാൻ ഒരു റൂമിൽ മാത്രമേ ഉള്ളൂ 8-10 കറങ്ങണേ. അതുകൊണ്ട് തന്നെ നമുക്കൊരു വീശാൻ വേണ്ടിയിട്ടൊരു കയ്യിൽ ഇങ്ങനെ എപ്പോഴും ഒരു ചട്ട കൊണ്ട് നടക്കും. അപ്പോൾ അവനുള്ള ചോറൊക്കെ എടുത്തിട്ട് ഉമ്മർത്ത് വന്നിരുന്നിട്ട് വാരി കൊടുക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഒരു ടേസ്റ്റ് കിട്ടണില്ല. ഉറക്കം ശരിയാവാനായിട്ട് ഷാജൻ്റെ കൂടെ പോയിട്ട് അവന് ഫുഡിനോടൊന്നൊരു എയിം കിട്ടണില്ല. ഉറക്കം കൂടെ റെഡി ആവണില്ല. എന്താ വെച്ചാൽ ഷാജൻ്റെ ഫോൺ ഉണ്ടാകുമ്പോൾ ഇവർ രണ്ടാളും കൂടെ അതിൽ വീഡിയോ കാണും. അപ്പോൾ അവൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂജ ഫോൺ എടുക്കുമെന്ന് പേടിച്ചിട്ട് ഉറങ്ങൂല്ല. അപ്പോൾ ഇവൾ ചാർജ് ഫുള്ള് പറ്റിച്ചിട്ടാണ് പിന്നെ വയ്ക്കുക. അപ്പോൾ അവ എടുക്കണ സമയത്ത് ചാർജ് ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇവരുടെ ഓരോ റീസൺ.
അതൊക്കെ കഴിഞ്ഞ് അവന് ചായയൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് നീറ്റിട്ട് ഞാൻ 2 വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് പൂജുട്ടി ഇതില്ലേ നമ്മുടെ കൊള്ളിക്കിഴങ്ങിൻ്റെ ഇങ്ങനെ കോല് പൂളയുടെ കപ്പയുടെ ആ സാധനമാണ് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ല 2 ചൂടുള്ള വെള്ളയപ്പം ഉണ്ടാക്കി. അതിൻ്റെ അപ്പുറത്ത് ഷാജേട്ടൻ ഇരിക്കുന്നുണ്ട്. അവരോടാണ് ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൂജുട്ടി ഞാനൊക്കെ അവരെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചായയും വെള്ളയപ്പവും പൂജുട്ടി ആ കൊള്ളിക്കിഴങ്ങിൻ്റെ സാധനമൊക്കെ കഴിക്കുന്നുണ്ട്. ഷാജേട്ടൻ അപ്പുറത്തിരുന്നിട്ട് ഷാജേട്ടനും ചായ കുടിക്കുക തന്നെയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അടിച്ചു വാരാനും കുളിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോരോ വിശേഷങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ വായിക്കൊരു ഒഴിവുണ്ടാവില്ല. പൂജുട്ടി ഈ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ നിൽക്കണം നോക്കണ്ട. ഈ ക്യാമറ ഇല്ലെങ്കിൽ അവൾക്ക് 100 നാവും 100 കഥയൊക്കെ എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് വരും കേട്ടോ. ക്യാമറ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അമ്മേനെ ഇപ്പോൾ 2 ദിവസം മുന്നേ ആണ് കണ്ടു പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണാവോ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തോന്നൽ. അപ്പം ഇനി നാളെ മറ്റന്നായിട്ട് ഒന്ന് ചിലപ്പോൾ അങ്ങോട്ട് പോകണം, ഇല്ലെങ്കിൽ അമ്മോടും അങ്ങോട്ട് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് പറയണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ, നാളെ മറ്റന്നൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇതിനൊക്കെ നല്ല വാട്ടം വന്നു കേട്ടോ. അങ്ങോട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുമായിരുന്നു മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ ആ വെയിലിന് എന്താണെന്നാവോ 2 നേരം രാവിലെയും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്, വൈകിട്ടും കൊടുക്കാറുണ്ട്. പക്ഷെ എന്തായാലും വൈകിട്ടാകുമ്പോഴേക്കും ഇങ്ങോട്ട് വാടിയ പോലെയൊക്കെ ഇങ്ങോട്ട് തോന്നും. അത്രയും ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും. വെള്ളം എന്നും ഈ തളിക്കണ പോലെ ഇങ്ങനെ തളിച്ച് കഴിയാതെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാ. മൊത്തം ഞാനിങ്ങോട്ട് പൊടിയിൽ മുങ്ങിയിട്ട് പറക്കുംതളിയുടെ ബസ് വന്നു പോയ പോലെ അതിനകത്തുനിന്ന് കാണില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഇന്ന് സംസാരിക്കുമ്പോൾ ഒരു എനർജി ഇല്ലാത്തത്. നല്ല ജലദോഷം, എല്ലാവർക്കും ജലദോഷം, തലവേദന, ഒരു പനിക്കോളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ ഒരു സുഖം കിട്ടണില്ല. തല വെട്ടി പൊളിയണ തലവിങ്ങലിങ്ങനെ നീർക്കെട്ടായിട്ടാണ് തോന്നുന്നു. ഒരു സൈഡ് മൊത്തം ഭയങ്കര വേദന. കണ്ണൻകുട്ടിക്ക് മാറി, എനിക്കായി, ഷാജേട്ടനായി, ഇപ്പോൾ പൂജുട്ടിക്കായി, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇത് മാറണമില്ല. തലവേദന പനിയാണെങ്കിൽ അങ്ങോട്ട് വന്നു പോവും. പക്ഷേ ഈ ജലദോഷവും തലവേദനയും ഒരു മൂശേട്ട രോഗമാണ്. എനിക്ക് തീരെ പറ്റില്ല. ഞാൻ ഈ പ്രാവുകൾ എന്തൊക്കെയോ കുറുകിക്കൊണ്ട് നടക്കും വൈകി. അച്ഛൻ പണ്ടേ പറയും എനിക്ക് വയ്യാണ്ടായ 100 ആളോട് ചെന്ന് ഞാൻ പറയും. ഞാൻ അങ്ങനെ പറയണ കേൾക്കണം എല്ലാവരും, ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് വയ്യ. അപ്പോൾ അവർ ചോദിക്കണം എന്നോട് വയ്യ അല്ലേ എന്നൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പൂജുട്ടി എന്നെ വന്ന് കളിയാക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഓക്കെ, കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊരു 3-4 പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് ചോദിക്കണം. എന്നെ കൊണ്ടുപോകേണ്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് വേണ്ട, അങ്ങനെയൊക്കെ കുറച്ച് സ്വഭാവങ്ങളുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നില്ല, ഗുളിക വാങ്ങി തരണമെന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിച്ച് എൻ്റെ കൂടെ നടന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഉണ്ടപ്പോൾ എന്നൊക്കെ ചോദിച്ചാൽ കാര്യമായിട്ട് ചോദിക്കണം. ഒരു വലിയ എന്തോ ഒരു കാര്യമായിട്ടൊക്കെ എന്നെങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. പൂജട്ടിക്കൊക്കെ ഒന്നും വയ്യായ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനറിയില്ല കേട്ടോ, അവളത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരികയാണെങ്കിൽ ചങ്ങനാന്തിക്ക് വരുന്നത് ഒരു 1.5 വരവാവുകയും ചെയ്യും. കണ്ണൻകുട്ടി ഞാനും ഇങ്ങനെ വയ്യാണ്ടായി അങ്ങനെ പാടിയും കൊണ്ട് നടക്കും. തുടയ്ക്കലൊക്കെ കഴിഞ്ഞിനി നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാം. അതിൻ്റെ മുന്നേ പൂജട്ടിയുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനേക്കാട്ടിലും ഒരു 2 ഇരട്ടിയും കൂടെ ഉള്ളുണ്ടായിരുന്നു കേട്ടോ അവളുടെ മുടി. കാട്ടിക്കൂട്ടലിൻ്റെ ഊക്കൊണ്ടാണ് മുടി കൊഴിഞ്ഞ് എപ്പോഴും പരത്തിയിട്ടിട്ടാണ് നടക്കുക. ഇപ്പം അതാ ചൂല് പോലെ ആയിട്ടുണ്ട്. വെട്ടാൻ വേണ്ടി കുട്ടി സമ്മതിക്കില്ല. ഒരു 3-4 മാസം കൂടുമ്പോൾ അതിൻ്റെ തലപ്പൊന്ന് വെട്ടാൻ പറഞ്ഞാൽ കുട്ടി ജമ്മത്ത് സമ്മതിക്കില്ല. പറയും വേണ്ട വെട്ടണ്ട പറയും. അപ്പോൾ അത് തലപ്പ് ലേശം വെട്ടി കൊടുത്താലേ വളരുള്ളൂ പറഞ്ഞാൽ കുട്ടി കേൾക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ കാരണം കൊണ്ട് 2 ദിവസമായിട്ട് എൻ്റെ കൂടെ നടന്നിട്ട് മുടി വെട്ടിത്തരുമോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഇന്ന് എന്തായാലും ഞാൻ വെട്ടാൻ വിചാരിച്ചു. അപ്പോൾ അവൾക്ക് പേടിയുണ്ട് ഞാൻ കയറ്റി വെട്ടുമെന്ന് വെച്ചിട്ട്. എന്നെ വലിയ വിശ്വാസമൊന്നുമില്ല. എനിക്ക് ചില സമയത്തൊരു കിളി പോയ കാട്ടലുണ്ടെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് നോക്കിയിട്ടൊക്കെയാണ് വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ അങ്ങനെ പേടി കൂടുതലുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കയറ്റി വെട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് കെട്ടിയിട്ടുള്ളൂ കേട്ടോ. അനന്ത് പൂജട്ടിയാണ് വിളക്കൊക്കെ വെച്ചത്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനി അടുക്കളയിലൊക്കെ കയറി നമ്മൾ ഒരു ചായയും കൂടെ ഇട്ട് കുടിച്ചു. തലവേദന കാരണം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി രാത്രി വയ്ക്കൊന്നും വേണ്ട. അതിൻ്റെ ഇടയിലുള്ള കൊലുത്തു പണികളാണ്. നാളേക്ക് കൊണ്ടുപോകാനുള്ള ഗ്രീൻ പീസാണിത്. ഇത് നമുക്ക് ഇന്ന് തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കണം, എന്നാലാണ് അത് നാളേക്ക് പെട്ടെന്ന് ഒരു 2 വിസിലൊക്കെ വേവുള്ളൂ. അപ്പോൾ അത് ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇന്ന് ഇപ്പോൾ ഇന്നാണ്, ഇന്നലെ എടുത്ത വീഡിയോ അല്ലേ, ഇന്നാണ് പൂക്കാട്ടിരി പൂരം. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചാൽ നാളെ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് അവിടെ പോയിട്ട് ഷാജേട്ടൻ വേവിക്കുക. ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മളല്ലേ പോവുള്ളൂ, അപ്പോൾ ഇവിടുന്ന് വേവിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കതങ്ങോട്ട് മാറ്റി വെക്കാം നമ്മുടെ അടുപ്പിൻ്റെ അവിടേക്ക്. നാളെ രാവിലെ എടുത്ത് കഴുകിയിട്ട് കുക്കറിലാക്കി കൊടുക്കുകയും ചെയ്യാം. ആ പണി കഴിഞ്ഞു. ഇനി ഷാജേട്ടന് ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി ഫുഡ് കഴിക്കാറില്ല. പൂജട്ടി കഴിക്കണമെങ്കിൽ എങ്ങനെ പോയാലും 10:30, 11, 11:30 ആവും. കണ്ണൻകുട്ടിക്ക് ഇന്ന് അതിൻ്റെ ഇടയിൽ അവർ കുലുക്കി സർബത്തല്ല ബൂസ്റ്റ് കുലുക്കി ഉണ്ടാക്കി കുടിച്ചു. പിന്നെ അതും ഇതും കഴിച്ചിട്ട് അവനൊന്നും ഫുഡ് വേണ്ട.
അപ്പോൾ ഇന്നിപ്പോൾ ആർക്കും ഫുഡ് വേണ്ട വെച്ച ചോറൊക്കെ അങ്ങനെ ഇരിക്കുക, സാമ്പാറും അങ്ങനെ ഇരിക്കുക. ഈ സാമ്പാർ ഞാൻ നാളെ ഇവരെ കൊണ്ട് തന്നെ കൂട്ടിപ്പിക്കും. എന്താ വെച്ചാൽ ഇത് കളയാൻ വേണ്ടിയിട്ട് നിൽക്കില്ല, കേട് വരില്ല കേട്ടോ, അതിന് പൊട്ടയൊന്നും ആവില്ല. അതുകൊണ്ട് നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ ഷാജേട്ടനുള്ള ചോറും ഉപ്പേരിയും മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് ആൾക്ക് അവിടെ കൊണ്ടുവച്ച് കൊടുത്തു. ആൾ കഴിച്ചാൽ കഴിഞ്ഞാൽ ആ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലത്തെ അംഗം അങ്ങോട്ട് കഴിഞ്ഞോളുമല്ലോ. ഇവിടെ കൊണ്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പോയി കിടക്കില്ല, കുറേ നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് കിടക്കാറാകുമ്പോൾ ഒരു മേലെഴുകലും കൂടെ ഉണ്ട് കേട്ടോ. ആ ഉറക്കം വരേണ്ട സമയത്ത് ഓക്കെ, ഉറക്കം വരുന്ന നമുക്കറിയുമല്ലോ, കുറേ നേരമൊക്കെ വീഡിയോ കണ്ടിരിക്കും, സംസാരിച്ചിരിക്കും, എന്നിട്ടൊക്കെയല്ലേ ഉറങ്ങുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നുകൂടെ മേലെഴുകി അങ്ങോട്ട് കിടക്കും. അപ്പോൾ ചോറൊക്കെ കൊടുത്ത് ഷാജൻ്റെ ഊണഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ വെച്ചാൽ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്നും കൂടെ തുടച്ച് ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. എന്നാൽ രാവിലെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും നമ്മുടെ അടുക്കളേനോട്. നമ്മൾ കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നത് ഇവിടെ അല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഭാഗം അടിപൊളിയായിട്ട് രാവിലെ കണ്ടിട്ടില്ലെങ്കിൽ വലിയ പാടാണ്. എനിക്ക് ചില സമയങ്ങളിൽ എന്തെങ്കിലും ആണ്ടും ചങ്ങനാന്തിക്കൊക്കെ രാത്രി പെട്ടെന്നൊരു വയ്യായിക വരലുണ്ട്, വല്ല പെയിനോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലാണ് അടുക്കള അലമ്പായി കിടക്കുള്ളൂ. അലമ്പുവെച്ചാൽ അങ്ങനെ എടുത്ത് വെക്കാണ്ടൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് അടുക്കളയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാത്ത പോലെ തോന്നും പണിയൊക്കെ. അതുകൊണ്ട് തന്നെ എത്ര വയ്യെങ്കിലും രാത്രിയിൽ ഒരു പാത്രം ഞാൻ കഴുകാണ്ട് വെക്കാറില്ല. അങ്ങനെ കഴുകാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതല്ല എന്ന് പറയും. അതിപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ അമ്മമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ട് അതങ്ങനെ ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ ഒരു സമാധാനക്കേട്. അതുപോലെ തന്നെയാണ് രാത്രി കാല് കഴുകാതെ കിടന്നാലും കേട്ടോ. പണ്ടൊക്കെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കണം, പക്ഷേ ആ ചെറുതിൽ നമുക്ക് മനസ്സിൽ കയറിയ കാര്യങ്ങളായിരിക്കും. കാല് കഴുകാതെ കിടന്നു കഴിഞ്ഞാൽ ദുസ്വപ്നം കാണും പറയും അമ്മ. അങ്ങനെ കാല് കഴുകാതെ ഞങ്ങളെ കിടത്തുകയില്ല. കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഒന്നാലും ആ സമയത്തൊന്ന് കാല് കഴുകണം പറയും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് കാല് കഴുകാതെ ചിലപ്പോൾ ഞാൻ കിടന്നാലും നീറ്റിട്ട് ഒന്നുകൂടെ കിടക്കും. ഇല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണും, ദുസ്വപ്നം കാണും, പേടിക്കണേ. അത് അങ്ങനെ ഉള്ളിൽ കയറിയോണ്ട് എന്തോന്നാവും. തൊണ്ടവേദനയുടെയും പനിയുടെ ഒക്കെ ഒരു കോള് കാരണം കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിച്ചു. ഇത് നമ്മുടെ ഇവിടെ പടിയിട്ട കാരണമല്ലേ, ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ട് ഉറക്കം വരണവരെ ഇവിടെ ഇരിക്കാൻ വേണ്ടി സുഖം. ഇതാ പുറത്ത് പൂച്ചിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ഒരു ബുക്കാണ്, കഥ, എന്തോ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതെടുത്തൊന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഞാൻ വായിച്ചു, എനിക്കൊരു ഇഷ്ടമൊന്നും ആയിട്ടില്ല. ഒരു 8, 10 എന്താ പേര് പോലും അറിയില്ല, അവൾ കൊണ്ടുവന്നതായിരുന്നു. എനിക്കിങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടം. ഇതിന് മുന്നേ ഒക്കെ ഷാജേട്ടനൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ ബുക്ക് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരും. അപ്പോൾ അതിരുന്ന് ഇങ്ങനെ വായിക്കാം. അന്നൊന്നും ഫോണും ടി വിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, വായന കൂടുതലായിരുന്നു. എന്തെങ്കിലും കിട്ടിയാൽ മതി. എൻ്റെ ബുക്കൊന്നൊന്നുമില്ല, എൻ്റെ ബുക്ക് എന്നല്ല കേട്ടോ, നല്ല ബുക്കുകൾ ഇങ്ങനെ കഥ, നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കുട്ടിക്കഥകളൊക്കെ അങ്ങനത്തെയൊക്കെ. അതൊക്കെ കഴിഞ്ഞ് പൂജിറ്റി പഠിക്കുമ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ പോയിരുന്നു. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.